കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം പ്രാണസഖി. ഹിന്ദുസ്ഥാനി രാഗത്തിൻ്റെ ഭാവലയങ്ങളെ മലയാളത്തിൻ്റെ ലാളിത്യമാർന്ന സംഗീതധാരയിലേക്ക് ഒഴുക്കി രാഗവിസ്മയം തീർത്ത് രാഗസുധാരസം തലമുറകളിലേക്ക് പകർന്ന ശ്രീ ബാബുരാജ് മാഷിനെ, ബാബുക്കൊക്കെ ഞങ്ങളുടെ കോടി പ്രണാമം. പ്രാണസഖി എന്ന ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സിന്ധ് ഭൈരവി എന്ന രാഗത്തിലാണ്. സിന്ധ് ഭൈരവി ഒരു ഹിന്ദുസ്ഥാനി രാഗമാണ്. ഹിന്ദുസ്ഥാനിയിൽ ഭൈരവി എന്ന രാഗത്തിൻ്റെ ജന്യരാഗമാണ്. ഈ ഭൈരവി രാഗം കർണാട്ടിക്കിലേക്ക് വരുമ്പോൾ അത് 8ാമത് മേളകർത്താരമായ കോടി ഭാവങ്ങളുള്ള ഹനുമത്തോടിയാണ്. ഹനുമത്തോടിയുടെ ജന്യരാഗമായിട്ട് വരും സിന്ധ് ഭൈരവി. ഈ ഹനുമത്തോടി
വെസ്റ്റേണിലേക്ക് പോകുമ്പോൾ അത് ഫ്രിഡ്ജിനായിട്ട് മാറുന്നു. ഫ്രിഡ്ജൻ എന്ന പേരോടുകൂടി അറിയപ്പെടുന്നു. ഈ സിന്ധ് ഭൈരവിക്ക് പ്രത്യേക ഒരു സ്ട്രക്ചർ ഇല്ല. ഇതിൽ ഏത് സ്വരം വേണമെങ്കിലും ചേർത്ത് പാടാം. 12 സ്വരസ്ഥാനങ്ങളുള്ളതിൽ ഏത് സ്വരവും സിന്ധ് ഭൈരവിയിൽ ചേർത്ത് പാടാം. ഭാവം ഹനുമത്തോടിയുടേതായിരിക്കണം, സഞ്ചാരവും ഹനുമത്തോടിയുടേതാണ് പോകുന്നത്. ഇനി പ്രാണസഖി എന്നുള്ള ഗാനത്തിൽ ബാബുക്ക ചതു സുദൃശ്യവും അന്യസ്വരമായിട്ട് കൊടുത്തിരിക്കുന്നു. അത് ആ നോട്ട്സ് എങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഷഡ്ജം ശുദ്ധഋഷഭം, ചതു ശ്രുതിഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, കൈശികി നിഷാദം, മേൽഷട്ടൻ. ഇതാണ് പ്രാണസഖിയെ അലങ്കരിച്ചിരിക്കുന്ന നോട്ട്സുകൾ. ഇത് തന്നെ ഹിന്ദുസ്ഥാനിയിലേക്ക് വരുമ്പോൾ ഷഡ്ജ് കോമൾ ഋഷവ്, കോമൾ ഗാന്ധാർ, ശുദ്ധ ഋഷവ്, കോമൾ ഗാന്ധാർ, കോമൾ മധ്യം, പഞ്ചമ്, കോമൾ ദൈവത്, കോമൾ നിഷാദ്, മേൽഷഡ്. ഇത് തന്നെ വെസ്റ്റേണിലേക്ക് വരുമ്പോൾ ഡി, ഡി ഷാർപ്പ്, ഇ, എഫ്, ജി, എ, ബി ഫ്ലാറ്റ്, സി, ഡി. ബാബുക്ക പ്രാണസഖിയെ അലങ്കരിച്ചിരിക്കുന്ന രാഗരത്നങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സംഗീതമാകുന്ന മഹാസാഗരത്തിൽ മുങ്ങിയെടുത്ത വളരെ വെല്ലുവിളിപ്പുള്ള രത്നങ്ങളാണ് അദ്ദേഹം അനുപല്ലവിയെ അലങ്കരിച്ചിരിക്കുന്നത്. അനുപല്ലവി നമ്മൾ പാടിക്കഴിഞ്ഞു. അനുപല്ലവിയും ചരണവും സെയിമാണ്. ചരണം ഞാൻ പാടുന്നു. ചരണത്തിൻ്റെ ഫസ്റ്റ് ലൈനിൽ തന്നെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു രാഗം, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു രാഗത്തിൻ്റെ ഒരു പീസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നീ സഗമ പ സി ഡി എഫ് ജി എ പൊന്തി വരും കണ്ടോ? ആ ഒരു വരി ആഭേരി എന്ന് പറഞ്ഞ ഒരു അതിമനോഹരമായ രാഗത്തിൻ്റെ ഒരു പ്രയോഗമാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. വീണ്ടും ഗഗരേ മാ ഗഗ ചന്ദമേഴും ചന്ദ്രികതൻ, അത് ആഭേരിയുടെ ഭാവം തന്നെ വരുന്നത്. വീണ്ടും അത് ഹനുമത്തോടിയിൽ സഞ്ചരിച്ച് അടുത്ത വരിയിലേക്ക് വരുമ്പോൾ ആ ഹിന്ദോള രാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോഗം അവിടെ കൊടുത്തിരിക്കുകയാണ്. ഗമനി ധനി സാ 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 എഫ് ജി സി ബി ഫ്ലാറ്റ് സി ഡി 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 ഡി. അത് ഹിന്ദോളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിടിയാണ്. ഗമനി ധനി സാ സാ ധനി 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 ധമ ധമ ഗമ ഗ. ഹിന്ദോളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിടിയാണ് അവിടെ കൊടുത്ത് അത് ആ സുന്ദര വസന്തരാവിൽ ഗമനി ധനി സാ 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 സാ. ആ സുന്ദര വസന്തരാവിൽ ആ ഹിന്ദോളത്തിൻ്റെ ഒരു പ്രയോഗം അവിടെ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് മനോഹരമാണ്. വീണ്ടും ഹനുമത്തോടിയിലേക്ക് സഞ്ചരിച്ച് ഹിന്ദോളത്തിൽ വന്ന് അത് അവസാനിപ്പിക്കുകയാണ്. ഹിന്ദുസ്ഥാനി ഭാഷയിൽ ആദ്യമായി ഗാന നിർമ്മിതി ചെയ്ത ദക്ഷിണാത്യനായ വാഗ്ഗേയകാരനാണ് ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവ്. അദ്ദേഹത്തിൻ്റെ സിന്ധു ഭൈരവിയിലെ കൃതി വിശ്വേശ്വർ എന്നുള്ള ആ കൃതിയിൽ 2 മധ്യമത്തിൻ്റെ പ്രയോഗം അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ 2 മധ്യമം കൊടുത്തത് മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്ക് അവിടെ എവിടെയാണെന്ന് നോക്കാം. സ സ ഗ രെ സ വിശ്വേശ്വർ സരിഗമ റിഗ. അത് ചതുസ്വരമാണ്. റിഗ ചതുസ്വര വന്നേക്കണ. ദർശന കർ ചലമന തുമ കാശി ഗമമാ ഗരീസ. 2 മധ്യമത്തിൻ്റെ പ്രയോഗം. ഗമമാ ഗരീസ 2 മധ്യം അടുപ്പിച്ചു വന്നിട്ടുണ്ട്. ശുദ്ധമധ്യവും പ്രതിമധ്യവും. അങ്ങനെ അത് മനോഹരമാക്കിയിരിക്കുന്നു ആ കീർത്തനം. ഇനി മലയാള സിനിമയിലെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഗുരു ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ചില പാട്ടുകളിൽ 2 മധ്യമത്തിൻ്റെ പിടി വന്നു
അതിമനോഹരമാക്കിയിട്ടുണ്ട്. ഒന്ന് താരകരൂപിണി എന്നുള്ള പാട്ടിൽ ബ്രഹ്മാനന്ദ സാർ പാടിയ താരകരൂപിണി, അതിലെ നിൻചിരിയിൽ എന്നുള്ള ആ ചിരിയിൽ ആ രണ്ട് മധ്യമത്തിൻ്റെ പിടികൊട്ട് മനോഹരമാണ്. അതുകൂടാതെ എന്മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നുള്ള ആ പാട്ടിൽ രണ്ട് മധ്യമത്തിൻ്റെ പിടി വന്ന് അതെവിടെയാണെന്ന് നമുക്ക് നോക്കാം. നിസ നിസാസ സി ഡി സി ഡി ഡി ആണ് പ്ലെയിൻ നോട്ടാണ്. എന്മന്ദഹാസം വളരെ മനോഹരമാക്കിയിരിക്കുന്നത്. സിന്ധു ഭൈരവി. സഗമമ എന്നും മാധവമുണർന്നേവേ സഗമമ ഗമഗരി സസഗമ. അപ്പൊ രണ്ട് മധ്യമത് ആ സഗഗമ എന്നുള്ള സ്ഥലത്ത് ശുദ്ധമധ്യവും പ്രതിമധ്യവും, പിന്നെ വീണ്ടും പ്രതിമധ്യവും, വീണ്ടും പ്രതിമധ്യവും വന്നിരിക്കുകയാണ്. അങ്ങനെ രണ്ട് മധ്യമത്തിൻ്റെ ആ ഒരു പ്രയോഗത്തിൽ ആ പാട്ട് വളരെ മനോഹരമാക്കിയിരിക്കുകയാണ്. ഇനി ലോകപ്രശസ്ത സംഗീതജ്ഞനും ഹാർമണികളുടെ രാജാവുമായ ശ്രീ ബിഥോവൻ സാർ, അദ്ദേഹത്തിൻ്റെ എവർഗ്രീൻ അനശ്വരമായ ഹാർമണി ഫെർ എലിസ് എന്ന ആ ഹാർമണിയിൽ ഈ രണ്ട് മധ്യമത്തിൻ്റെ പ്രയോഗം കൊടുത്ത് അത് അതിമനോഹരമാക്കിയിരിക്കുകയാണ്. 1770 ജീവിച്ചിരുന്ന അദ്ദേഹം അന്ന് ചെയ്ത ആ ഫെർലിസ് എന്ന ഹാർമണി ഇന്നും ഹിറ്റാണ്. ഇന്നും ഈ അന്തരീക്ഷത്തിൽ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ ഈ രണ്ട് മധ്യമത്തിൻ്റെ ആ ഫെർലിസിൽ രണ്ട് മധ്യമം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പമ 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 റിമഗസ പസരി പസരി ഗാരി ഗമ പാദ പമ പമഗ പമ പമ പതിമഗസ തരരരരര റിമഗസ തരര തരരര. ഈ ഒരു ഹാർമണി അനശ്വരമായ ഹാർമണിയാണ്. ലോക അവസാനം വരെ ഈ രണ്ട് മധ്യമത്തിൻ്റെ ഈ പമ 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 റിമഗസ രണ്ട് മധ്യമത്തിൻ്റെ ആ ഒരു പ്രയോഗം ലോകാവസാനം വരെ നിലനിൽക്കും. ഇതാണ് സിന്ധു ഭൈരവി. ഇതാണ് സിന്ധു ഭൈരവി. വളർന്നു വരുന്ന കലാകാരന്മാരും കുട്ടികളും സംഗീത സംവിധായകരും ഞങ്ങളുടെ ഈ ചാനൽ കാണുക. 72 മേളകർത്താരാകവും ഞങ്ങൾ പഠിപ്പിക്കാം. ഞങ്ങളുടെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.